നമസ്കാരം. നമ്മളെ ഏവരെയും നടുക്കിയ അതിലുപരി ദുഃഖത്തിലാഴ്ത്തിയ ഒരു വലിയ ദുരന്തമായിരുന്നു വയനാട്ടിൽ സംഭവിച്ച ഉരുൾപൊട്ടൽ. ആ ഉരുൾപൊട്ടലിന് ശേഷം ഒരുപാട് സഹായഹസ്തങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കൈകോർക്കലുകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വയനാട്ടിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ആ വയനാട്ടിലെ ഉരുൾപൊട്ടൽ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച മിനിയേച്ചർ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് പട്ടം സെൻറ് മേരീസിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അസ്ന. അസ്നയുടെ ആ ഒരു കലാവിരുത് അല്ലെങ്കിൽ ഈ ഒരു അവതരണം, ഈ ഒരു പ്രോജക്റ്റ് അവതരണം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം വയനാട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി ആ ഒരു മിനിയേച്ചറിലൂടെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അസ്ന നമ്മളോടൊപ്പം ഉണ്ട്. അസ്നയുടെ ഈ ഒരു മികവിന് അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. എൻ്റെ പേര് അസ്ന. ഞാൻ പട്ടം സെൻറ് മേരീസിലാണ് പഠിക്കുന്നത്. ഞാൻ ഈ ചെയ്തിരിക്കുന്ന സ്റ്റിൽ മോഡൽ വയനാട് ദുരന്തമാണ്. ഡെയിലി വാർത്ത കാണുമ്പോൾ വളരെ വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ വേറെ ഒന്നാണ് ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നത്. പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ പപ്പയടുത്ത് മമ്മിയടുത്ത് അഭിപ്രായം ചോദിച്ചു ഇത് ഉണ്ടാക്കാമോ എന്ന്. അപ്പോൾ അവർ ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പം ഇതുണ്ടാക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചു. അടിയിൽ സാധാ ബുക്കിൻ്റെ പേപ്പർ, പിന്നെ പ്ലാസ്റ്റർ പാരിസും ഒരു തുണിയിൽ മുക്കി, പിന്നെ വീട്ടിൻ്റെ അടുത്തുള്ള ചെളി വെച്ച് തന്നെ എല്ലാം ചെയ്തതാണ്. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഉണ്ടാക്കുന്നത്. പേരൻസിൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ടായിരുന്നു. പേരൻസ് എല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഞങ്ങളിത് ഉണ്ടാക്കിയത്. പട്ടം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് സാധ്യതയുള്ള എല്ലാ തലങ്ങളെയും അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അവരുടെ പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും എല്ലാവിധ സപ്പോർട്ടും സ്കൂളിൽ നിന്ന് നമ്മൾ നൽകാറുണ്ട്. പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന ശാസ്ത്രമേളയിൽ ഈ വർഷം വളരെയധികം കുട്ടികൾ പങ്കെടുത്തു. ആ ശാസ്ത്രമേളയിൽ കാണുവാൻ സാധിച്ച വ്യത്യസ്തമായിട്ടുള്ള പ്രോജക്റ്റുകളുണ്ട്. സ്റ്റിൽ മോഡൽസ് ഉണ്ട്, വർക്കിംഗ് മോഡൽസ് ഉണ്ട്. അതിലെല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധ ആകർഷിച്ച ഒരു പ്രോജക്റ്റായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി അസ്നയുടെ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അസ്ന അവതരിപ്പിച്ചത് നമ്മുടെ ഈ നാടിനെ നടുക്കിയ വലിയ സംഭവമാണ്. സ്കൂൾ ഒന്നാകെ ഈ വയനാടിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. കുട്ടികളെല്ലാവരും അതിലേക്ക് വേണ്ടിയുള്ള അവരുടെ സഹായഹസ്തം മാതാപിതാക്കളുടെ സഹായത്തോടു കൂടി നീട്ടിത്തന്നു. 7R അസ്ന സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ വളരെ കാലിക പ്രാധാന്യമുള്ളൊരു വിഷയമാണ് തിരഞ്ഞെടുത്തത്. കുട്ടിയുടെ സഹജമായ ഭാവനയും ആ വിഷയത്തോടുള്ള സഹജീവികളോടുള്ള സ്നേഹവും മുൻനിർത്തിയാണ് ഈ ഒരു വിഷയം അസ്ന തിരഞ്ഞെടുത്തത്. പ്രളയാനന്തര വയനാടിനെ ചിത്രീകരിച്ചപ്പോൾ തൻ്റെ മനസ്സിലുള്ള ഭാവന അതുപോലെ ഈ മോഡലിൽ പ്രകടമായിട്ടുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കിയ അസ്നയുടെ കുടുംബം കൂടി നമ്മളോടൊപ്പം ഉണ്ട്. വീട്ടിൽ വെച്ചാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഈ ഒരു തോട്ട് വരുന്നത് എങ്ങനെയാണ്? മോൾക്ക് പൊതുവേ ഇങ്ങനത്തെ അപകടമൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ എക്സിബിഷൻ ഉണ്ടെന്ന് പറഞ്ഞ ടൈമിൽ തന്നെ ഈ ന്യൂസ് അപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയല്ലേ. ആ ടൈമിൽ എൻ്റെ അടുത്തും അച്ഛനോടും പറഞ്ഞു, പപ്പ എന്തുകൊണ്ട് ഇത് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഒരു അതിശയമായിരുന്നു, മോൾ അത്രയും അവൾ ആ വാർത്ത കണ്ടത് കൊണ്ടാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സഹായിച്ചു. യൂട്യൂബും ഇതൊക്കെ കണ്ട് മേക്കിങ്ങും പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും ഡ്രോയിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇത് വയനാടുള്ള ഇത് വാർത്തകളിൽ കണ്ട് ഫുൾ ടൈം വാർത്ത കാണുന്നതാണ്. അങ്ങനെ കണ്ട് മോളിങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ആശയം പറയുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. സ്കൂളിലേക്ക് എത്തിയപ്പോൾ അത് ഒരു എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചപ്പോൾ സ്കൂളിൽ അതൊരു 1ാം സമ്മാനം കരസ്ഥമാക്കുക കൂടിയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? സ്കൂളിൽ എന്താണ് പറഞ്ഞത്? സ്കൂളിലത്തെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മോൾക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. പ്രോത്സാഹനം കിട്ടും എന്ന് എപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ വിചാരിച്ചു പറഞ്ഞത്. പക്ഷേ ഫസ്റ്റ് കിട്ടിയ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇനി ഇതേപോലുള്ള മിനിയേച്ചറുകൾ തയ്യാറാക്കാനാണ് പ്ലാൻ? എന്താണ് പ്ലാൻ? ഉണ്ട്. ഇനി ഉപജില്ലയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനേക്കാളും മോളെ എന്നെ കളിമണ്ണൊക്കെ വെച്ചിട്ട് മനുഷ്യരൂപം ഉണ്ടാക്കാനൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അവളെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കും. ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും കൊടുക്കും. നന്നായിട്ട് വരട്ടെ എന്നേ ഞങ്ങൾ പ്രാർത്ഥിക്കത്തുള്ളൂ. മോള്
അപ്പോൾ ഏതായാലും ഈ ഒരു മിനിയേച്ചർ രൂപം അത് വളരെ വൈറലാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കാരണം ഈ സ്കൂളിൽ തന്നെ അത് എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു, എല്ലാവരും കണ്ട് അതിനൊരു പ്രോത്സാഹനം നൽകി കഴിഞ്ഞു. 1ാം സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഈ ഒരു എക്സിബിഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ വളരെ ആ വയനാട് ദുരന്തത്തെ അതേപടി നമുക്ക് കാണാൻ കഴിയും, എല്ലാവർക്കും മനസ്സിലാകാൻ കഴിയുന്ന രീതിയിൽ അത് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്യാമറ പേഴ്സൺ നിഷാന്ത് ആലുകാടിനോടൊപ്പം കുഞ്ചു മുരളി, കേരള കൗമുദി.